ഹലോ, ഞാനിന്ന് പോകുന്നത് ഞങ്ങളെ കോഴിക്കോട് ജില്ലയിലുള്ള പയ്യോളി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊളാവി എന്ന് പറഞ്ഞ ബീച്ചിലേക്കാണ്. ഈ കൊളാവി ബീച്ചിലാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ആമ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നത്. കൊളാവി ബീച്ചിലാണ്. ഇവിടെ കടലാമ സംരക്ഷണ കേന്ദ്രത്തിനായിട്ട് തീരം പ്രകൃതി സംരക്ഷണ സമിതി എന്ന പ്രാദേശിക കൂട്ടായ്മ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തില് ഈ കൊളാവി ബീച്ച് ഇത് കൂടാതെ കാസർഗോഡ്, തൃശ്ശൂര്, ആലപ്പുഴ എന്നീ സ്ഥലങ്ങളിലും കടലാമ സംരക്ഷണ കേന്ദ്രങ്ങളിലുണ്ട്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പയ്യോളിയിലുള്ള ഈ കൊളാവി ബീച്ചാണ്. ഈ സ്ഥാപനം ഇന്ന് ഓടൊക്കെ പൊട്ടി ആകെ നശിച്ച അവസ്ഥയിലുള്ളത്. അപ്പൊ ഞങ്ങള് വീഡിയോ എടുക്കാൻ പോയപ്പോ ഇതിനുള്ളിൽ കയറാനുള്ള അനുവാദം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതിനടുത്ത് തന്നെയുള്ള സതീശേട്ടൻ എന്ന് പറഞ്ഞ ആളാണ് അങ്ങോട്ട് വന്ന് ഞങ്ങളോട് പറഞ്ഞു അങ്ങോട്ട് പോയിക്കൂടാ, ഓടൊക്കെ തലയിൽ വീഴുന്നൊക്കെ. അപ്പൊ ഞങ്ങൾ നിർബന്ധ പ്രകാരം ഞങ്ങളെ ഉള്ളിൽ കയറി കാണാൻ പറഞ്ഞു. അപ്പൊ അവിടെ വെള്ളത്തില് ഒരാമ മാത്രമുണ്ട്. അപ്പൊ ഈ ഒരാമയ്ക്ക് ഒരു കൈയും ഒരു കാലും ഇല്ല. അതുകൊണ്ട് 6 വർഷമായിട്ട് ഈ ആമ അവിടെ ഉണ്ട്. ഇതിനു വേണ്ട ഫുഡൊക്കെ കൊടുക്കുന്ന ഈ സതീശേട്ടനാണ്. സതീശേട്ടൻ ഈ തീരം പ്രകൃതി സംരക്ഷണ സമിതിയിലെ ഒരു അംഗമാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി, ആ സ്ഥാപനത്തിനുള്ളിലേക്ക് കയറി. അവിടെ വലിയ മീനിൻ്റെ എന്തോ ഫോസിലുകളും ആമേൻ്റെ പഴയ രാമേൻ്റെ തോടോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് ഓടൊക്കെ തലയിൽ വീഴും എന്നുള്ള സ്ഥിതിയിലായിരുന്നു ഉള്ളത്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് കടലാമകൾ മുട്ടയിടാൻ വരുന്നത്. ഒലീവി റെഡ്ലി എന്ന ഇനത്തിൽപ്പെട്ട കടലാമകളാണ് ഇവിടെ വരാറുള്ളത്. ലോകത്തിലെ 8 വിധം കടലാമകളിൽ ഏറ്റവും ചെറിയ വിഭാഗമാണിത്. ഇവര് 116 മുട്ടകളോളം ഒരു കുഴിയിലിടും. പിന്നെ സാധാരണയായിട്ട് 45 മുതൽ 70 ദിവസം വരെയാണ് മുട്ട വിരിയാൻ എടുക്കുന്ന സമയം. കടലാമകൾ ഏകദേശം ഒരു 50 മുതൽ 100 വർഷം വരെയൊക്കെ ജീവിക്കും. കടലാമയുടെ ഇനത്തിനനുസരിച്ച് ആയുസ്സിൽ മാറ്റം വരും. കടലാമകളെക്കാൾ കൂടുതൽ വർഷം ജീവിക്കുന്നത് കരയാമകളാണ്. ഇവയിൽ ചിലത് 150 വർഷം വരെ ജീവിച്ച ചരിത്രമുണ്ട്. കടലാമകള് മുട്ടയിടാൻ വളർന്ന് വലുതാവുന്നത് ഏകദേശം 20 വർഷം മുതൽ 30 വർഷം വരെ തന്നെ എടുക്കും. ഇവയുടെ മുട്ടകൾക്ക് പക്ഷികളുടെ മുട്ടകളെ പുറന്തോടിനേക്കാളും കട്ടി കുറവായിരിക്കും. പിന്നെ ഇത് കണ്ടില്ലേ, ഈ ഒരു കുഴിയില് കടലാമേന്റെ മുട്ടകള് മൂടി വെച്ചിട്ടുണ്ട്. ഈ 2 കുഞ്ഞുങ്ങള് പുറത്ത് വന്നപ്പോ സതീഷ് ചേട്ടനെടുത്ത് അവരുടെ വീട്ടില് ഒരു വെള്ളത്തിലിട്ട് വെച്ചതാണ്. ബാക്കി കടലാമ കുഞ്ഞുങ്ങള് ഈ മുട്ടേന്റെ കൂടെയുള്ള മുട്ടകളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അവര് മണ്ണ് മാന്തി പുറത്തെടുക്കും. ഇതാ 2 കുഞ്ഞുങ്ങളെ കണ്ടില്ലേ, കടലാമ കുഞ്ഞുങ്ങള്. അവര് ഇന്ന് രാത്രി 7 മണിക്ക് കുഴി മണ്ണ് മാറ്റുന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതാ കടലാമ കുഞ്ഞുങ്ങള്. ഇവരെ കടലിലേക്ക് തിരികെ വിടാൻ ഫോറസ്റ്റുകാർ വരുന്നു, അവരാണ് കൊണ്ടുവിടുക. പിന്നെ ഇതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും പറയാൻ എനിക്കൊന്നും അറിയില്ല. എന്നാലും ഈ ഒരു സ്ഥാപനം ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ എന്തോ ഒരു വിഷമം തോന്നി. ഇത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ശരിക്കും ഒരു ടൂറിസ്റ്റ് കേന്ദ്രക്കായി മാറാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ കടലാം ഞാൻ വെറുതെ സതീശേട്ടനോട് ചോദിച്ചു, ഈ കടലാം കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾ തിരികെ വിടുമെന്ന്. അപ്പോൾ സതീശേട്ടൻ പറഞ്ഞു, ഈ കടലാം കുഞ്ഞുങ്ങളെ നമുക്ക് എടുത്തു വെക്കാനൊന്നും പറ്റൂല, നമുക്ക് എങ്ങോട്ടും കൊടുക്കാനും കൊണ്ടുപോകാനൊന്നും പറ്റില്ല, അത് കേസാണ്, പിഴ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ വെറുതെ ചോദിച്ചാണേ. അപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ കുഞ്ഞുങ്ങളെ. മുട്ട മൊത്തം വിരിയൊന്നുമില്ല. ഒരു 120 മുട്ടയൊക്കെ ഇട്ടാല് ഏകദേശം ഒരു 100 മുട്ടകളൊക്കെ വിരിയായിരിക്കും. ഈ കടലാമയുടെ മുട്ടകള് ഇവര് സംരക്ഷണ സമിതിയിലെ ആൾക്കാർ കണ്ടതിന് ശേഷം കുഴിയിലേക്ക് മൂടി വെച്ച് പിന്നെ ഫോറസ്റ്റുകാരെ അറിയിക്കുന്നതാണ്. സതീഷ് ചേട്ടന് അടുത്തുനിന്ന് കിട്ടിയ അറിവുകളാണ് കേട്ടോ അതൊക്കെ. പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.